അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ്, സുഖം തന്നെയാണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ദ കീ ടു ജന്നയിലേക്ക് പ്രവേശിക്കാം ഇൻഷാ അല്ലാഹ്. ഇന്ന് നോമ്പുള്ള കുട്ടികളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഇന്ന് നോമ്പ് നോറ്റിട്ടുള്ള എല്ലാ കുട്ടികളും കമൻറ്റ് ചെയ്യുക. ഓക്കെ ഇൻഷാ അല്ലാഹ്. പിന്നെ അതേപോലെ ഇന്നലെ പ്രാർത്ഥന, നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന ചൊല്ലിയ കുട്ടികൾ മാത്രം കമൻറ്റ് ചെയ്യുക. ഞാൻ നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പേര് എഴുതുക, സ്ഥലം എഴുതുക. ഓക്കെ ഇൻഷാ അല്ലാഹ്. അല്ലാഹ് ഖൈറാക്കി തരട്ടെ. മാഷാ അല്ലാഹ്, ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. മാഷാ അല്ലാഹ്, സന്തോഷം. ഓക്കെ, ഏതായാലും നമ്മുടെ ദ കീ ടു ജന്നയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ ഇൻഷാ അല്ലാഹ് 3 ആയത്തുകളാണ് പറയുന്നത്. ആയത്തുകൾ നിങ്ങൾ കേൾക്കുക. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഓക്കെ, അതിൻ്റെ അർത്ഥത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഓക്കെ അല്ലേ? ഇൻഷാ അല്ലാഹ്. നിർണയത്തിൻ്റെ രാത്രി 1000 മാസത്തേക്കാൾ ഉത്തമമാകുന്നു. മലക്കുകളും ആത്മാവും അവരുടെ രക്ഷിതാവിൻ്റെ എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമുള്ള ഉത്തരവുമായി ആ രാത്രിയിൽ ഇറങ്ങി വരുന്നു. പ്രഭാതോദയം വരെ അത് സമാധാനമത്രേ. ഇവിടെ ലൈലത്തുൽ ഖദ്റിനെ പറ്റിയാണ് പറയുന്നത്. എപ്പോഴാണ് ലൈലത്തുൽ ഖദ്ർ സംഭവിക്കാൻ സാധ്യതയുള്ളത്? റമളാനിലെ അവസാനത്തെ 10-ലാണ്. എല്ലാവർക്കും അറിയും. ഓക്കെ, മാഷാ അല്ലാഹ്. അതിൻ്റെ പ്രതിഫലം എത്രയാണ്? ഇനിയിപ്പോൾ ഈ റമളാനിലെ അവസാനത്തെ 10-ലെ ഏതെങ്കിലും ഒരു രാത്രിയാണ് സംഭവിക്കുക. ആ ഒരു ദിവസം നമ്മൾ ഇപ്പോൾ ലൈലത്തുൽ ഖദ്റിലെ ആ ഒരു ദിവസം ഒരു നന്മ ചെയ്താൽ അതെത്ര? 1000 മാസം ചെയ്തതിനേക്കാൾ കൂടുതൽ കൂലിയാണ് അല്ലേ? പണ്ഡിതന്മാരിങ്ങനെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഒരാൾ ഒരു ദിവസം നിസ്കരിക്കുകയാണ്, അവന് കൂലി എത്ര അറിയോ? 83 വർഷവും 4 മാസവും തുടർച്ചയായിട്ട് അവൻ നമസ്കരിക്കുന്നതിൻ്റെ കൂലിയാണ്. അതിനേക്കാൾ കൂലി എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? അവസാനത്തെ 10 മുഴുവൻ നമ്മൾ കഠിനാധ്വാനം ചെയ്യുക, കഴിയുന്നതും സൽക്കർമ്മങ്ങൾ ഒരുപാട് ചെയ്യുക, നമസ്കരിക്കുക. അതേപോലെ തന്നെ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക. അതേപോലെ തന്നെ എത്തിക്കാഫിരിക്കാൻ പറ്റുന്നവർ ആ കാര്യം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ്, നമുക്ക് ഹിഫ്ളിലേക്ക് പ്രവേശിക്കാം. هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور. هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور. أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور. أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور. മാഷാ അല്ലാഹ്, അതിസുന്ദരമായി നമുക്ക് പഠിപ്പിച്ചു തന്നു അല്ലേ? അൽഹംദുലില്ലാഹ്. ഓക്കെ, നമുക്ക് റമളാൻ ഡെയിലി സ്ട്രീക്കിലേക്ക് പ്രവേശിക്കാം ഇൻഷാ അല്ലാഹ്. ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് പോയിന്റ് വേണ്ടേ? ഡെയിലി സ്ട്രീക്കിൻ്റെ പോയിന്റ് വേണ്ടേ? ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനുള്ളത്, നമുക്ക് ലഭിച്ച ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അല്ലേ? ആ ഓരോ അനുഗ്രഹങ്ങളും നമ്മൾ എടുത്തു പറഞ്ഞിട്ട് അള്ളാഹുവിനോട് നന്ദി പറയുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് നമുക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. അതിനല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.